സുഹൃത്തുക്കളെ, 2025 കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ബഡ്ജറ്റിൽ കേരളത്തിന് സൂചി കുത്താൻ ഇടം കിട്ടിയിട്ടില്ല. ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കണ്ടിട്ടോ ശേഷം വായിച്ചിട്ടോ കേരളത്തിൻ്റെ ഏറ്റവും മഹാനായ ചെറുകഥാകൃത്ത് ടി പത്മനാഭൻ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കേരളം ഇന്ത്യയിലല്ലേ എന്നാൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമാണെന്ന് ലോകം മുഴുവൻ ഉള്ള അക്ഷരജ്ഞാനികൾക്കറിയാം. കേരളം ഇന്ത്യക്ക് സംഭാവന ചെയ്യുന്ന സമ്പത്തിൻ്റെ വലിപ്പം ജനസാന്ദ്രതയുള്ള ചെറിയ ഒരു ഭൂപ്രദേശത്തിൻ്റെ അതിനനുസരിച്ചുള്ള സമ്പത്തല്ല ഇന്ത്യ മഹാരാജ്യത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അഥവാ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളം അതിൻ്റെ ഏറ്റവും മികച്ച ഹ്യൂമൻ റിസോഴ്സാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായി ലഭിക്കുന്ന വലിയ ഹ്യൂജായിട്ടുള്ള വിദേശ നാണ്യമാണ് കേരളം ഇന്ത്യക്ക് നേടിക്കൊടുക്കുന്നത്. എന്നാൽ ഈ വക കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ നിരന്തരം ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളെ വകവെക്കാതെ അടുത്ത കാലത്തുണ്ടായ വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് ഒരക്ഷരം പോലും ബഡ്ജറ്റിൽ പരാമർശിക്കാതെ കേരളത്തെ പരിപൂർണമായി തന്നെ അവഗണിക്കുകയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി ചെയ്തിരിക്കുന്നത്. വയനാട്ടിൽ പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ ഹെലികോപ്റ്റർ, അതുപോലെ ഭക്ഷ്യസാധനങ്ങൾ ഇതൊക്കെ വേണ്ടി വരുമല്ലോ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ സഹായങ്ങൾക്കും അവർ കണക്ക് പറഞ്ഞ് പണം വാങ്ങിയിട്ടുള്ളതാണ്. ഈ വയനാട്ടിലെ ദുരന്തകാലത്ത് പ്രധാനമന്ത്രി അവിടെ എത്തുകയും അവിടെല്ലാം നടന്ന് സന്ദർശിക്കുകയും ഒരു കൊച്ചുകുട്ടിയെ അദ്ദേഹം എടുത്ത് വലിയ വാത്സല്യവാനെ പോലെ പരിലാളിക്കുകയും ഒക്കെ ചെയ്ത വാർത്ത നാം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു, ഈ ദുരന്ത ഭൂമിയിലെങ്കിലും കേന്ദ്രത്തിലെ BJPയുടെ ഗവൺമെൻറ് രാഷ്ട്രീയം കാണില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. മുഖത്ത് ഒന്നും മനസ്സിൽ മറ്റൊന്നുമായി പെരുമാറുന്ന രീതിയാണ് ഈ ബഡ്ജറ്റോടുകൂടി കേന്ദ്ര സർക്കാർ കേരളീയരോട്, കേരള സംസ്ഥാനത്തെ ജനങ്ങളോട് ചെയ്തിരിക്കുന്നത്. ഇതേറ്റവും വലിയ നന്ദികേടാണ് എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ രാജ്യദ്രോഹം കൂടിയാണ്. ഫെഡറൽ ആശയങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് ഇതിലൂടെ സ്വീകരിച്ചിട്ടുള്ളത്. വയനാട്ടിലെ ദുരന്തങ്ങൾക്ക് കേരളീയരല്ല ഉത്തരവാദികൾ. പ്രകൃതി ദുരന്തങ്ങളൊന്നും കേരളത്തിലെ ഭരണാധികാരികളോ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഒന്നുമല്ലല്ലോ കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ എവിടെയെല്ലാം ഇത്തരം ദുരന്തങ്ങൾ നടക്കുന്നു.
എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നു. താൽക്കാലിക ധനസഹായമായി കോടിക്കണക്കിന് രൂപ അനുവദിക്കുന്നു. ആസാമിലും ബീഹാറിലും ആന്ധ്രാപ്രദേശിലും നാം അത് കണ്ടു. പക്ഷേ കേരളത്തിൽ മാത്രം 10 പൈസ അക്കാര്യത്തിൽ സഹായിക്കുന്നതിന് തയ്യാറായില്ല. നാമെല്ലാം പ്രതീക്ഷിച്ചത് എന്തായിരുന്നു? ഈ ബഡ്ജറ്റിലെങ്കിലും കേരളത്തെ പരിഗണിക്കും എന്നായിരുന്നു. കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി കേരളത്തിന് ആവശ്യമായിട്ടുള്ള ധനസഹായത്തിൻ്റെ ഒരു പട്ടിക തയ്യാറാക്കി നേരത്തെ തന്നെ നൽകുകയുണ്ടായി. ഇതൊന്നും പരിഗണിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റോ കേന്ദ്ര ധനമന്ത്രിയോ പ്രധാനമന്ത്രിയോ തയ്യാറായിട്ടില്ല. ഇത് തികച്ചും ക്രൂരമായ ഒരു സമീപനമാണ്. ഇപ്പോൾ അവർ ഈ ബഡ്ജറ്റിൽ ഡൽഹിയിൽ ബീഹാറിൽ വലിയ തുകയാണ് അനുവദിച്ചിരിക്കുന്നത്. അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്ന് വെച്ചാൽ, ഡൽഹിയിൽ 2 നാളുകൾക്ക് ശേഷം തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ബീഹാറിൽ ഉടൻ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനെ നിലനിർത്തുന്നത് ഇന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ പാർട്ടിയാണ്. ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയും ചേർന്നാണ് ഇപ്പോൾ ഡൽഹിയിലെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ഉള്ള ശ്രമമാണ് പണം കൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോടാനുകോടി രൂപ, ഭീമമായ സംഖ്യ കോർപ്പറേറ്റുകളിൽ നിന്ന് വാങ്ങി ഇലക്ഷൻ ഫണ്ടായി അവർ യഥേഷ്ടം ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ചോദ്യം ചെയ്യുവാനോ തടയുവാനോ ഇവിടെ യാതൊരു ശക്തികൾക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. കേരളത്തിൽ എന്തെല്ലാം ഉത്കൃഷ്ടമായ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളെല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ അവഗണനയെന്നല്ല, ഇത് അക്ഷന്തവ്യമായ ഒരു വലിയ തെറ്റാണ്. ഈ സന്ദർഭത്തിലാണ് കേന്ദ്രമന്ത്രിയല്ല കേന്ദ്ര സഹമന്ത്രി ഒരു ഈ ബഡ്ജറ്റിൻ്റെ പിന്നാമ്പുറങ്ങളിൽ പോലും എത്തി നോക്കാൻ അവരെ അനുവദിക്കുന്നതല്ല. എങ്കിലും കേന്ദ്രമന്ത്രി എന്നാണല്ലോ പറയുക. ജോർജ് കുര്യൻ എന്നാണ് ആ മാന്യൻ്റെ പേര്. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? കേരളം പിന്നോക്കാവസ്ഥയിലേക്ക് പോകും, ഇവിടെ നടത്തിയിട്ടുള്ള വികസനങ്ങളൊന്നും ഇനി നടത്തണ്ട, പിന്നോക്കാവസ്ഥയിലേക്ക് വന്ന് റോഡുകളില്ലാത്ത അവസ്ഥയിലേക്ക്, പാലങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക്, ആശുപത്രികളില്ലാത്ത അവസ്ഥയിലേക്ക്, സ്കൂളുകളില്ലാത്ത അവസ്ഥയിലേക്ക് വരൂ. അപ്പോൾ നിങ്ങൾക്ക് കേന്ദ്രത്തിനോട് ആവശ്യപ്പെടാം, ഇവിടെ ഞങ്ങൾക്ക് റോഡുകളില്ല, ഇവിടെ ആശുപത്രികളില്ല, ഇവിടെ സ്കൂളുകളില്ല, ഞങ്ങൾക്ക് ഇതിനൊക്കെ ആവശ്യമായ പണം തരൂ എന്ന് പറയാം. അപ്പോൾ ഈ കണ്ട വികസനങ്ങളൊന്നും, കേരളത്തിനെ പടുത്തുയർത്തിയ ഈ വികസനങ്ങളൊന്നും ഇയാൾ കാണുന്നതല്ല. ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ലല്ലോ വികസനം. ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്ന ശേഷമല്ലല്ലോ കേന്ദ്രത്തിൻ്റെ ധനവിഹിതം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പും ലഭിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വികസനമെന്ന് പറയുന്ന ഒരു തുടർ പ്രക്രിയയാണല്ലോ, അത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുകയാണ് കേന്ദ്രമന്ത്രി ചെയ്യുന്നത്. വേറൊരു മന്ത്രി മഹാൻ ഇവിടുന്ന് പോയിട്ടുണ്ട്, തൃശ്ശൂർ ഇങ്ങെടുക്കുകയാണെന്ന് പറഞ്ഞ മന്ത്രി. അദ്ദേഹം എന്താണ് ഇന്ന് രാവിലെ പറഞ്ഞത്? അദ്ദേഹം പറയുന്നത് കേരള ഗവൺമെൻറ് കിടന്ന് പുലമ്പാതെ ഉള്ള പൈസ ശരിക്കും ഉപയോഗിക്കാനാണ് പറയുന്നത്. 1957 മുതൽ കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. ഈ ആശാനോട് ചോദിച്ചിട്ടാണോ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അല്ലല്ലോ. പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന് പറയുന്നത് പോലെയുള്ള ഒരു പ്രവൃത്തിയാണിപ്പോൾ സുരേഷ് ഗോപി എന്ന മഹാമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ എല്ലാ കേരളീയരും ഒറ്റക്കെട്ടായി ഉണർന്നു പ്രവർത്തിക്കണം എന്നുള്ളത്
ഓരോ മലയാളിയുടെയും ആവശ്യമായി തീർന്നിരിക്കുന്നു. ഇവിടെ ഏതെല്ലാം തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കേരളത്തിൻ്റെ പ്രതിഷേധം അറിയിക്കാമോ അതെല്ലാം നമ്മൾ അറിയിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തണം. കേരളം ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായതുകൊണ്ട് നാം ശിക്ഷിക്കപ്പെടണമെന്നും നമ്മളെ നരകദുരിതത്തിലേക്ക് വലിച്ചഴിക്കണമെന്നും ആഗ്രഹിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ അതിശക്തമായ പ്രതിഷേധം നാം ഉയർത്തേണ്ടതാണ്. ഉയർത്തുക തന്നെ ചെയ്യും.